ജീവിതം പലപ്പോഴും ജീവിതത്തിൻ്റെ പല ഡെഫിനേഷൻസിലേക്ക് കടക്കാറുള്ള ഒരാളാണ് ഞാൻ. ജീവിതത്തെക്കുറിച്ച് അപഗ്രഥിക്കാറുണ്ട് ഞാൻ പലപ്പോഴും, നിങ്ങളും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നാം ചെയ്യണം. കാരണം ഈ ജീവിതം വളരെ പ്രഷ്യസ് ആണ്. നമുക്ക് ദൈവവചനത്തിൻ്റെ അറിവിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ഇത് ഒരു വലിയൊരു ജേർണിയാണ്, ഇതൊരു ചെറിയ ജീവിതമാണ്, ഇത് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ലൈഫാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കും. ഈ ജേർണിയിൽ നമുക്ക് കൂടി വന്നാൽ 80 വർഷം വരെയൊക്കെ ഒരുവിധം പോകാൻ സാധിക്കും. ഒരു 50-60 വരെയൊക്കെ നല്ല ഷർട്ടും നല്ല കോട്ടും ഒക്കെ ഇട്ട് ഒക്കെ പോകാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ അതിലുള്ളതായിട്ടുള്ള ഭ്രമൊക്കെ പതുക്കെ കുറയാൻ തുടങ്ങും. കൂടുതൽ നമ്മുടെ ചിന്തകൾ ഒക്കെ മാറാനായിട്ട് തുടങ്ങും. അത് ആ രീതിയിലാണ് ദൈവം ആ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പോകുന്നതും നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. 80 വയസ്സ് വരെയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, 90-ാം സങ്കീർത്തനത്തിൽ മോശ പറഞ്ഞ ആ വാക്കുകൾ. മോശ 120 വർഷം ജീവിച്ചു അല്ലേ? 120 വർഷം ജീവിച്ച് മോശ പറയുകയാണ്, ഇനി അടുത്ത് വരുന്നതായിട്ടുള്ള കാലയളവിലെ ഇനി ആളുകൾ ഇത്രയൊന്നും ജീവിക്കാൻ പോകുന്നില്ല, കൂടി വന്നാൽ 80. പിന്നെ പിടിച്ചു വലിച്ച് നീട്ടുകയാണെങ്കിൽ ചിലരുടെ കേസിലൊക്കെ മേ ബി 90, 100 എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷെ ആ പോകുന്നത് നല്ല പോക്കല്ല. അതും വളരെ വ്യക്തമായിട്ട് ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. 100 വരെയൊക്കെ ജീവിക്കാൻ താല്പര്യമുള്ള ചിന്തിച്ചോളൂ കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പോക്ക് വളരെ വലിയോട് കൂടിയിട്ടായിരിക്കും എന്നുള്ളതും നമ്മുടെ ചിന്തയിൽ വരേണ്ടത് വളരെ ആവശ്യമാണ്. ഏതായാലും ദൈവം നമുക്ക് ഒരു നല്ല ഒരു ജീവിതം, ഒരു യാത്ര ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട്. ഈ യാത്ര നല്ലൊരു യാത്രയാണ്. ഞാൻ അത് ആ രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ദൈവം നമുക്ക് ആരോഗ്യവും ചിന്തയും ദൈവഭയവും ദൈവ ആശ്രയത്തോടു കൂടി നാം അത് ആ ജേർണി ആ രീതിയിലെടുത്ത് പോവുകയാണെങ്കിൽ ഐ ടെൽ യു ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ജേർണി, വണ്ടർഫുൾ ജേർണി. അത് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ദൈവം തന്നിട്ടുള്ള നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ലൈഫിനോടുള്ള ബന്ധത്തിലും ഫാമിലി ലൈഫിനോടുള്ള ബന്ധത്തിലായാലും സഭാ ജീവിതത്തിലുള്ള ബന്ധത്തിലായാലും സാമൂഹിക ജീവിതത്തിലുള്ള ബന്ധത്തിലായാലും ഒക്കെ ആ രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. ഞാൻ പറഞ്ഞു, ഈ ലൈഫ് ഒരു ജേർണിയാണ് അല്ലേ? പക്ഷെ ഈ ലൈഫ് ഉണ്ടല്ലോ, നമുക്കൊരു പിടിതരില്ല. ഈ ലൈഫ് നമ്മൾ വിചാരിക്കും ഈ ലൈഫിൻ്റെ പേരിൽ നമുക്ക് ഭയങ്കര കൺട്രോളാണ്. യാതൊരു കൺട്രോളും ഇല്ല കേട്ടോ, ഒരു കൺട്രോളും ഇല്ല. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ യൂത്ത് പ്രായത്തിലായിരിക്കും നമ്മളിപ്പോൾ ഈ രാജ്യം കയറി കീഴടങ്ങാൻ പോവുകയാണ് എന്നുള്ള ചിന്തയൊക്കെ നമുക്കൊരു പക്ഷെ ഉണ്ടായെന്ന് വരാം. ചിന്തകൾക്കൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല, നല്ലതാണ്. പക്ഷേ ഇത് ഒരു കോംപ്ലക്സ് ജീവിതമാണ്, ലൈഫാണ് എന്നും ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആകയാൽ മനുഷ്യൻ എന്താണ്, അവൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇടയ്ക്കിടെ നാം ചിന്തിക്കേണ്ടതും വളരെ ആവശ്യമാണ്. അതിനെ പറ്റിയ ചിന്തകൾ നമുക്ക് ദൈവവചനത്തിൻ്റെ പേജുകളിലെ എല്ലായിടത്തും എന്ന് തന്നെ പറയാൻ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് ഈ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത്. ഇങ്ങനെ വളരെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു ദാവീദ്. ദൈവദാസന്മാര് അനേകരുണ്ട്. അവരുടെ ജീവിതം അവരിടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കണക്കെടുക്കാറുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് പറ്റി, എന്ത് സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകുന്നു എന്നൊക്കെ ഇടയ്ക്കിടെ ഈ ദൈവദാസന്മാര് ഭക്തന്മാരെ ഇരുന്ന് ചിന്തിക്കാറുണ്ട്. ആ ചിന്തയുടെ അവസാനം അവരൊക്കെ വന്നെത്തുന്നതായിട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ കോരിത്തെരിപ്പിക്കും. അവർ തന്നെ
അത് അവസാനം കൊണ്ടെത്തിക്കുന്നത് എവിടെയാണെന്നറിയോ? മനുഷ്യന് യാതൊരു കൺട്രോളും ഈ കാര്യങ്ങളില്ല. ഇത് കൺട്രോൾ ചെയ്യുന്ന, മനുഷ്യന്റെ ജീവിതം കൺട്രോൾ ചെയ്യുന്ന ആള് ദൈവം ആണ്. അദ്ദേഹമാണ് നമ്മുടെ ജീവിതം കൺട്രോൾ ചെയ്യുന്നത്. ആകയാൽ ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള വാക്കുകളോടെയാണ് ഈ പണ്ഡിതന്മാരൊക്കെ സാധാരണ അവരുടെ വാക്കുകൾ അവസാനിപ്പിക്കാറുള്ളത്. ഇന്ന് നാം അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്പം അപഗ്രഥിക്കണം എന്നാണ് നാം ചിന്തിക്കുന്നത്. 31-ാം സങ്കീർത്തനത്തിലെ 15-ാം വാക്യം നമുക്ക് വായിക്കാം. 31-ാം സങ്കീർത്തനം. എന്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു. എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. മതി. ഈ ഇംഗ്ലീഷിലെ, മലയാളത്തിലെ കാലഗതികൾ അല്ലെ, ഇംഗ്ലീഷിലെ പറയാണ് മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്. അപ്പോൾ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന അവസരത്തിലെ നമുക്ക് ചില സക്സസ്സുകളും വിക്ടറീസും നമുക്ക് ചില അച്ചീവ്മെന്റ്സും അക്കോംപ്ലിഷും ഒക്കെ വരുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും, ഞാൻ ആരാണ്, ഞാൻ എന്തൊക്കെയാണ് എന്നൊക്കെ ചിന്തിക്കാനുള്ളതായിട്ടുള്ള ഒരു പ്രവണത മനുഷ്യന് വരും. സാധാരണ മനുഷ്യർക്ക് വരുന്ന പ്രവണതയാണ്. എന്നാൽ ജീവിതത്തിലെ എക്സ്പീരിയൻസുകൾ കൂടുതലുള്ളതായിട്ടുള്ള വേദ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ ദൈവഭക്തന്മാരെ ഇരുന്ന് ചിന്തിച്ച് ജീവിതം അപഗ്രഥിച്ചതിന് ശേഷം ഫൈനലായിട്ട് പറയുന്ന വാക്കുകളാണ് ഇന്ന് മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പല പ്രസംഗങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അത് മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ആണോ? പ്ലൂറലാണ് ആ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്. അപ്പോൾ ചില ആളുകൾ ഈ വാക്യമെടുത്ത് മരണ അവസരത്തിലെ ഫ്യൂണറലിന് ഇതൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതും അസ്ഥാനത്തല്ല, എന്നാൽ അതിനേക്കാൾ ബ്രോഡായിട്ടുള്ള ആപ്ലിക്കേഷൻ ഈ വാക്യത്തിലുണ്ട്. മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്. നമുക്ക് ആ കാര്യം നോക്കാം. God has given us this beautiful life. If everything goes well, 80 years on the planet, man goes through different seasons in life. Born as baby, toddler, childhood, adulthood, middle age, old age. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈക്കിളാണ് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അവർ ചിരിക്കുമ്പോൾ, അവർ നടക്കുമ്പോൾ, അവർ വീണൊന്ന് കരയുമ്പോൾ, അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ചെറിയ സന്തോഷങ്ങൾ അതിലെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. അവരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള അവരുടെ മൈൻഡിൽ നിന്ന് ചില കാര്യങ്ങൾ അവർ വിളിച്ചു പറയുമ്പോൾ എത്രയോ മാധുര്യമാണ് ആ വാക്കുകൾക്ക്. അത് കഴിഞ്ഞ് ടോഡലറായി വരുന്ന അവസരത്തിൽ, ചൈൽഡ്ഹുഡിലേക്ക് അവർ പ്രവേശിക്കുന്ന അവസരത്തിൽ നമുക്ക് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം. ആ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് അവർ നോ പറയാൻ പഠിക്കും, അല്ലേ? എന്തിനും നോ പറയാൻ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അവർ കടന്നു വരും. പിന്നെ അത് കഴിഞ്ഞ് അവർ എഡലസൻ്റ് സ്റ്റേജിലേക്ക് വരുന്നു, എഡൽട്ട്ഹുഡിലേക്ക് വരുന്നു. എഡൽട്ട്ഹുഡൊക്കെ വരുന്ന അവസരത്തിൽ ചൈൽഡ്ഹുഡ്, എഡൽസൻ്റെ ആ സമയങ്ങളിൽ ഫാദറിനെയും മദറിനെയും ഒക്കെ ഭയങ്കര ബഹുമാനമാണ്. എൻ്റെ ഫാദറിന് എല്ലാം അറിയാം, എൻ്റെ മദറിന് എല്ലാം അറിയാം, അവരെക്കാൾ അറിവുള്ളവര് ആരുമില്ല എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് ആ കുഞ്ഞു വളരെയാണ് ആ കാലഘട്ടങ്ങളിൽ. എഡൽട്ട്ഹുഡിലേക്ക് വരുന്ന അവസരത്തിലോ കാര്യങ്ങൾ വീണ്ടും ചേഞ്ച് ആണ്. അവിടെ എന്താ
ഓൾ ടുഗദർ ഒരു ചേഞ്ച് വന്നിട്ട് അവർക്ക് അറിവ് കൂടി. അപ്പന് വലിയ അറിവില്ല, അമ്മയ്ക്ക് വലിയ അറിവില്ല എന്നുള്ള സ്റ്റേജിലേക്ക് അവർ കടക്കാൻ തുടങ്ങുകയാണ്. അവരെക്കാൾ, പേരൻസിനേക്കാൾ അവർക്ക് അറിവുണ്ട് എന്ന് പറഞ്ഞ് അപ്പനും അമ്മയുമായിട്ട് വീട്ടിൽ അല്പം സ്വരച്ചേർച്ചയും ഫോർംസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുള്ള കാലഘട്ടങ്ങളാണ് ഈ എഡൽസൻസും എഡൽട്ട്ഹുഡും. നമ്മളെല്ലാവരും, നമ്മളാരും ഇതിൽ നിന്ന് മാറ്റമുള്ളവരൊന്നല്ല. നമ്മുടെ പേരൻസിനോട് നമ്മളും കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ. അതൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരുടെ ജീവിതത്തിലുള്ള കാര്യമാണ്. ഇതിലൊരാളെ പവിത്രനെന്നോ അല്ലെന്നോ ഒന്ന് മാറ്റിവെക്കാനായിട്ട് ആരുമില്ല. ഇതെല്ലാം മനുഷ്യ സ്വഭാവങ്ങളും കാര്യങ്ങളുമാണ്. മിഡിൽ ഏജ് വരുന്ന അവസരം, ഓൾഡ് ഏജ് വരുന്ന അവസരം, കാലം വീണ്ടും മാറി വരുന്നു. ഇതിന് ഈ പറഞ്ഞ സ്റ്റേജുകളിൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ? യാതൊരു കൺട്രോളും നമുക്കില്ല. ദൈവം അത് മനുഷ്യർക്കായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള, വെച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്, സീസൺസ് ആണ്. അവിടെയാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ടൈംസിനെ കുറിച്ച് നാം ഇതിൽ കണ്ടു. ഇനി നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് ടൈംസുകളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഈ വലിയ ജേർണിയിലെ നമുക്ക് ഒരു കാലഘട്ടം വളരെ സുഖം, ഒരു കാലഘട്ടത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നത് സാധിക്കുന്നു. മറ്റു ചില കാലഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ സാധിക്കുന്നില്ല. പല കോൺഫ്ലിക്റ്റുകൾ ജീവിതത്തിൽ വരുന്നു, സമാധാനം പോകുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള ടൈംസുകളും നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. വീണ്ടും ടൈം അതിൻ്റെതായിട്ടുള്ള ചക്രത്തിലൂടെ പോകുമ്പോൾ തിരിഞ്ഞു മറിഞ്ഞു വരുന്നു. ജീവിതം വീണ്ടും സന്തോഷത്തിലേക്ക് വരുന്നു, സംതൃപ്തിയിലേക്ക് വരുന്നു. സങ്കീർത്തനകാരൻ പറയാണ്, എനിക്കും നിനക്കും ഇതിലൊന്നും യാതൊരു കൺട്രോളും ഇല്ല. മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്. ഇത് മനുഷ്യനെ സംബന്ധിച്ച് മാത്രമാണോ? അല്ല. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പോൾ ഇനി നമുക്ക് നേച്ചറിനെ നോക്കാം. ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ഇതൊക്കെ, അല്ലേ? മനുഷ്യനെ കുറിച്ച് കണ്ടു. നേച്ചറിലേക്ക് നാം കടക്കാം. എന്താണ് സീസൺസ്? നമ്മൾ കടന്നു പോകണ ഈ അമേരിക്കയിൽ വളരെ ഡിഫൈൻഡ് സീസൺസ് ഉണ്ട് നമുക്ക്, അല്ലേ? സ്പ്രിംഗ് സീസൺ ഉണ്ട്, മാർച്ച്, ഏപ്രിൽ, മെയ്. ന്യൂ ബിഗിനിങ്സ് ആണ് ഇതൊക്കെ. ന്യൂ ഹോപ്സ് ഉണ്ട് നമുക്ക്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. എല്ലാവർക്കും ഒരു സന്തോഷം, ഒരു വൈബ്രൻസി, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത, അങ്ങനെയുള്ളതായിട്ടുള്ള സമയമാണ് സ്പ്രിംഗ് ടൈം. ഇനി അടുത്ത സീസൺ എന്താണ്? സമ്മർസിലേക്ക് നാം കടക്കുന്നു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ടെക്സസിൽ നമ്മൾ ഒരുപക്ഷെ ഹീറ്റിന് കുറ്റം പറഞ്ഞിരിക്കാം. എന്നാൽ മറ്റ് സ്റ്റേറ്റുകളും നമ്മളെക്കാൾ നല്ല സമ്മർ അവരെ അനുഭവിക്കുന്നുണ്ട്. സൈൻസ് ഓഫ് ഗ്രോത്ത്, അതുപോലെ പ്ലെന്റി ഓഫ് സൺഷൈൻ നമുക്ക് തന്ന് അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണ് സമ്മർ ടൈം. ഇനി നമുക്ക് ഫോളിലേക്ക് കിടക്കാം. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. ജീവിതത്തിലെ സക്സസ്സുകൾ, അച്ചീവ്മെന്റ്സ്, ഫെയിലിയേഴ്സ് ഒക്കെ കടന്നു പോകുന്നതായിട്ടുള്ള സീസൺ ആയിട്ടാണ് ഫോൾ സീസൺ. അതിൻ്റെ പണ്ഡിറ്റുകൾ അതിനെക്കുറിച്ച് പറയുന്നത്. വിന്റർ സീസൺ വരുന്നു, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി. ഗ്ലൂമിയാണ് മൊത്തത്തിൽ. സാഡ്നെസ് ഉണ്ട്, ലോൺലിനെസ് ഫീൽ ചെയ്യുന്നു, നോട്ട് മച്ച് ലൈറ്റ് എനിവേ. ഭയങ്കര തണുപ്പും. എന്താ സിറ്റുവേഷൻ? വീട്ടിലെ പൊതച്ചു മൂടി അടച്ചു കൂടിയിരിക്കണം എന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യൻ വരുന്നു. ഈ സീസണിന്റെ മേലെ നമുക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ? യാതൊരു കൺട്രോളില്ല. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ ഒരു ഭാഗത്തും ദൈവത്തിന്റെ സൃഷ്ടിയായ നേച്ചർ മറ്റൊരു സൈഡിലും. ഈ രണ്ടിന്റെ മേലും മനുഷ്യനെ നോക്കി കണ്ട് നിസ്സഹായനായിട്ട് നിൽക്കാമെന്നല്ലാതെ യാതൊരു കൺട്രോളും ഇതിന്റെ മേലിലില്ല. സങ്കീർത്തനകാരൻ പറയാണ്, മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്. ജീവിതത്തിന്റെ പല എക്സ്പീരിയൻസിലൂടെ ഞാൻ കടന്നു
പോകേണ്ടതായിട്ട് വരും. ആ എൻ്റെ സ്പ്രിംഗ് ടൈമിലും സമ്മർ ടൈമിലും ഫോൾ സീസണിലും വിന്റർ സീസണിലുമുള്ളതായിട്ടുള്ള അനുഭവങ്ങൾ മനുഷ്യനെ ദൈവം വച്ചിട്ടുള്ളതാണ്. മനുഷ്യൻ ആ സീസൺസിലൂടെ കടന്നു പോകും. ആ സീസൺസിനെ എങ്ങനെ മനുഷ്യൻ ഒരു ദൈവവിശ്വാസി മാനേജ് ചെയ്യണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള വിഷയം. അതുകൊണ്ട് സങ്കീർത്തനക്കാരനോടൊപ്പം നമുക്കും ഇന്ന് രാവിലെ നമ്മുടെ എക്സ്പീരിയൻസിലേക്ക് കടന്നു ചെന്നിട്ട് നമുക്കും പറയാനുള്ളത്, ദൈവമേ, ഞാൻ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നു. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലുള്ള പല എക്സ്പീരിയൻസുകളിലൂടെ ഞാൻ കടന്നു വന്നു. ഈ കടന്നു വന്നതിൻ്റെ അനുഭവത്തിലെ എനിക്ക് ഇന്ന് ഇൻഡിവിജ്വലായിട്ടും ഫാമിലി ആയിട്ടും സഭയായിട്ടും പറയാനുള്ളത്, മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ് ആൻഡ് ഐ ഡോണ്ട് ഹാവ് എനി കൺട്രോൾ ഓഫ് മൈ ഓൺ. ഇത് ഒരു വാസ്തവമാണ്, ഒരു സത്യമാണ്. ആർക്കും ഇതിനെ മാറ്റാനായിട്ട് സാധിക്കില്ല. ഇത് നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് കിടക്കാം. റിയാലിറ്റി നോളജ്, ഇതിനെ രണ്ട് വ്യൂ ഉണ്ട്. വേൾഡ് വ്യൂ ഉണ്ട് ഈ ജീവിതത്തെക്കുറിച്ച്, ഇതിന് ക്രിസ്ത്യൻ വ്യൂ ഉണ്ട്. വേൾഡ് വ്യൂ ഡിഫൈൻ ചെയ്യുന്നതാണ് നാം ഈ സ്ലൈഡിൽ കാണുന്നത്. എന്താ വേൾഡ് വ്യൂ? Reality, knowledge and morality are founded in science, human reasoning and objective evidence. ഇതാണ് വേൾഡ് വ്യൂ ഓഫ് ലൈഫ്. അറിവ് മൂത്ത്, സയൻസ് മൂത്ത്, ഫിലോസഫി മൂത്ത് മനുഷ്യൻ ഇന്ന് ഡിഫൈൻ ചെയ്യുന്ന വേൾഡ് വ്യൂ ആണ് നാം ഈ കേൾക്കുന്നത്. Reality, knowledge and morality are founded in science, human reasoning and objective evidence. അത്രയും ഈ ജീവിതത്തിൽ വരുന്ന എക്സ്പീരിയൻസുകളും കാര്യങ്ങളും സയൻസിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം, ഒബ്ജക്റ്റീവ് ആയിട്ട്. അതാണ് ഇന്ന് ലോക വ്യൂ ആയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വേൾഡ്, PhD വേൾഡ് അംഗീകരിക്കുന്നതായിട്ടുള്ള ഡെഫിനിഷൻ. എന്നാൽ നമുക്ക് നെക്സ്റ്റ് വ്യൂയിലേക്ക് കിടക്കാം. ഫെയ്ത്ത് ഇൻ ഗോഡ്, ബാക്ക് അഗൈൻ, go back. Faith in God along with other beliefs and values are entirely personal and subjective and therefore has no place in the realm of objective truth. World view second emphasis on it. Faith in God along with other beliefs and values are entirely personal and subjective and therefore has no place in the realm of objective truth. നിങ്ങളൊരു പക്ഷേ ഈ ഡെഫിനിഷൻസ് വേണമെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഒരു അറുതി വരെ ഈ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഈ ഡെഫിനിഷൻസിലല്ല നമ്മുടെ വ്യൂ നിൽക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വ്യൂ നിൽക്കുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ക്രിസ്ത്യൻ വ്യൂ പറയുന്നത് എന്താ? I am not trapped in the grip of blind forces. ബ്ലൈൻഡ് ഫോഴ്സുകള് ക്രിസ്ത്യൻ വ്യൂവിനെ ക്രഞ്ച് ചെയ്യാനായിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് ഫോഴ്സുകളായിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദൈവവിശ്വാസിക്ക് പറയാനുള്ളത്, എ ബിലീവർ ഇൻ ക്രൈസ്റ്റ്, he defines the world little differently, and he is saying to himself, I am not trapped in the grip of blind forces because that's not my faith is. നമുക്ക് റോമൻസ് ചാപ്റ്റർ 8 18-21 ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമെങ്കിൽ. റോമൻസ് ചാപ്റ്റർ 8
അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നതോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. So for I consider that the sufferings of this present time are not worthy to be compared with the glory which shall be revealed in us. So believers have a different view and different emphasis or different focus how to approach the life. And Apostle Paul describes here, for I consider that the sufferings of this present time are not worthy to be compared with the glory which shall be revealed in us. For the earnest expectation of the creation eagerly waits for the revealing of the sons of God. For the creation was subjected to futility, not willingly, but because of him who subjected it in hope. Excuse me. അപ്പോൾ കർത്താവ് for the earnest expectation of the creation eagerly waits for the revealing of the sons of God. For the creation was subjected to futility, not willingly, but because of him who subjected it in hope. അങ്ങനെ ഒരു ഹോപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലെ കർത്താവ് ഇൻഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. ആകയാൽ നാം ഹോപ്പ് ഇല്ലാത്തവരെ പോലെ അല്ല. ടൈംസ് ഇൻ ലൈഫ് വരുമ്പോൾ ഇത് സർക്കിൾ ചെയ്യുന്ന അവസരത്തിൽ നാം വേൾവിൻഡ് പോലെ ആടിപ്പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. We have a constant view. Not willingly, but because of him who subjected in hope. Because of the creation itself also will be delivered from the bondage of the corruption into the glorious liberty of the children of God. അപ്പോൾ നമുക്ക് വേറെ ഒരു ഫോക്കസ് ഉണ്ട്, ക്രിസ്ത്യൻ ഫോക്കസ്. ആ ഫോക്കസിലെ നാം അടിസ്ഥാനപ്പെട്ട് നാം ദൃഷ്ടി അതിൽ പതിപ്പിച്ചിട്ടാണ് നമ്മുടെ ക്രിസ്ത്യൻ ജേണി നാം നയിക്കുന്നത്. വേൾഡ് വ്യൂസ് അവിടെ നിന്നും ഇവിടെ നിന്നും ഈ പണ്ഡിതനിൽ നിന്നും ആ പണ്ഡിതനിൽ നിന്നും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നമ്മളെ ബൊമ്പാർഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഒരു ബിലീവർ ആശ്രയം വെക്കേണ്ടത്, ഹൃദയത്തിൽ എപ്പോഴും കരുതേണ്ടത്, ഗോള് ഫോക്കസ് ആയിരിക്കേണ്ടത്, ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള വേൾഡ് വ്യൂസ് ആണ്. മൈ വ്യൂ ഈസ് ഫിക്സ്ഡ് ഇൻ Christ Jesus and the hope that Christ has given me. What circumstance in my life, I am not going to be changed because I know in whom I believe. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. Troubling circumstances of the psalmist. 31-ാമത്തെ സങ്കീർത്തനത്തിലെ വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹം കടന്നു പോകുന്ന, ഈ സാമിസ്റ്റ് കടന്നു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 31-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ജനറലായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു, നീ എന്റെ അരിഷ്ടതയെ കണ്ടു. നീ എന്റെ അരിഷ്ടതയെ കണ്ടു. നീ എന്റെ അരിഷ്ടതയെ കണ്ടു അല്ലേ? ജനറലായിട്ട് പറയാണ്.
ഞാനൊരു അരിഷ്ടത, ഐ ആം ഗോയിങ് ത്രൂ എ ഡിപ്രസീവ് സ്റ്റേജ്, ഐ ആം ഗോയിങ് ത്രൂ എ കോൺഫ്ലിക്റ്റിംഗ് സ്റ്റേജ് ഇൻ മൈ ലൈഫ്, ഐ ആം ഗോയിങ് ത്രൂ dark days in my life, I am not happy, I am withered, I fear I may fall. So these thoughts are now pressing on me. സങ്കീർത്തനകാരൻ പറയുകയാണ്, for you have considered my trouble. So സഹോദരന്മാരെ, സഹോദരിമാരെ, നാം നമ്മുടെ ജീവിതത്തിലും ട്രബിളിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്, ദൈവം അറിയുന്നു നാം ഈ ട്രബിളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ സന്ദർഭങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ട്രബിൾസ്? വാട്ട് ആർ ദ ട്രബിൾസ്? 31 സങ്കീർത്തനത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള ഭാഗത്ത് അദ്ദേഹം ആ ട്രബിളുകൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുന്നുണ്ട്. എന്താണ് ട്രബിള്? എന്റെ സകല വൈരികളാൽ ഞാൻ നിന്ദിതനായി തീർന്നു. I am a reproach among all my enemies. എന്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ. Among my neighbors. എന്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയകരമായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു. മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. I am forgotten like a dead man. Okay. ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. I am like a broken vessel. ചുറ്റും ഭീതി എന്ന അവസ്ഥയിൽ ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടിയാലോചന ചെയ്തു. ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളാണ് ഈ സങ്കീർത്തനകാരൻ. അപ്പോൾ സർക്കംസ്റ്റൻസ് നമുക്ക് മനസ്സിലായല്ലോ. ജീവിക്കുന്ന വീട്ടിലെ, നെയ്ബർഹുഡിലെ, സൊസൈറ്റിയിലെ എവിടെ നോക്കിയാലും അദ്ദേഹത്തിന് യാതൊരുവിധ സപ്പോർട്ടുമില്ല. എല്ലാം ഡാർക്കായിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ മാനുഷികമായിട്ട് ചിലപ്പോൾ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ നമ്മുടെ ചിന്തകളും ഈ രീതിയിലൊക്കെ പോകാൻ സാധ്യതകളുണ്ട്. അവിടെയാണ് ഒരു ബിലീവറിന്റെ ഡിഫറൻസ് നാം കാണുന്നത്. നാം ഒരു പക്ഷെ ക്ഷീണിച്ചു എന്ന് വരാം, ക്ഷീണിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് ദൈവവചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഫിയറൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം ആ രീതിയിൽ അടിഞ്ഞു പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. എൻ്റെ ആശ്രയം ക്രിസ്തുവിലാണ്, ദൈവത്തിലാണ്. ഈ പരിതസ്ഥിതികളുടെ മേൽ അധികാരമുള്ളത് എൻ്റെ കർത്താവാണ്, ദൈവമാണ് എന്നുള്ളതായിട്ടുള്ള ആ ഉറച്ച വിശ്വാസം ഏത് പരിതസ്ഥിതികളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വേണം. നെക്സ്റ്റ് സ്ലൈഡ്. But as for me, this is where the difference is. But as for me, verse 4 ആണ് കേട്ടോ, 31:4. But as for me, I trust in you, Lord. I say, you are my God. ഈ പരിതസ്ഥിതികളിലൂടെ, വിഷമ പരിതസ്ഥിതികളിലൂടെ ഒക്കെ കടന്നു പോകുന്ന അവസരത്തിലും ഒരു ദൈവവിശ്വാസിക്ക് പറയേണ്ട, അല്ലെങ്കിൽ നമുക്ക് മോഡലായിട്ട് എടുക്കാൻ ഉള്ളത് ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ഇത്തരം സത്യങ്ങളാണ്. ഐ ട്രസ്റ്റ് ഇൻ യു ലോർഡ്, ബട്ട് ആസ് ഫോർ മീ ഐ ട്രസ്റ്റ് ഇൻ യു ലോർഡ്, ഐ സേ യു ആർ മൈ ഗോഡ്. എന്നിട്ട് പറയാം, God, my times are in your hand. സമ്മതിക്കുക, God, my times are in your hand. എന്നിട്ട് കർത്താവിനോട് പറയുക, ദൈവത്തോട് പറയുക, Lord, make your face shine upon your servant. Change the circumstances for me. You shall hide them in the secret place of your, verse 20 വായിക്കുക. കർത്താവ് ആ സമയത്ത് നമുക്ക് ചെയ്യുന്ന, ദൈവം മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു,
നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. മനുഷ്യന്റെ you shall hide them in the secret place of your presence from the plots of man. ഈ ഡാർക്ക് സിറ്റുവേഷൻസ് കുറേയൊക്കെ മനുഷ്യൻ കൊണ്ടുവന്ന് നമ്മുടെ മേലിട്ടിട്ടുള്ളതാണ്. സങ്കീർത്തനകാരൻ നമ്മളോട് പറയാനുള്ളത്, ദൈവം you shall hide them in the secret place of your presence from the plots of man. You shall keep them secretly in a pavilion from the strife of tongues. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിടുതലിൻ്റെ ദൈവം നമ്മെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കും ആ സിറ്റുവേഷൻസിൽ എന്നുള്ളത് നാം നമ്മുടെ അനുഭവത്തിൽ നിന്ന്, ദൈവമായിട്ടുള്ള കോണ്ടാക്റ്റിൽ, ദൈവമായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് കൺഫർമേഷനിലേക്ക് നാം വരേണ്ടത് ആവശ്യമാണ്. അവസാനം നെക്സ്റ്റ് സ്ലൈഡ് അപ്പു. Verse 1, in you, O Lord, I put my trust. Verse 3, you are my rock and my fortress. Verse 5, into your hand I commit my spirit. Verse 8, you have set my feet in a wide place. Verse 19-20. Read these verses 19 and 20. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. മതി. Oh, how great is your goodness which you have laid up for those who fear you. ഈ വാക്യം കൂടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആഴ്ന്ന് ഇറങ്ങട്ടെ. Oh, how great is your goodness which you have laid up for those who fear you, which you have prepared for those who trust in you in the presence of sons of men. അവസാനിപ്പിക്കുകയാണ് നാം ഇവിടെ. കഷ്ടവും സീസൺസും, ഡിഫറെൻറ്റ് സീസൺസ് ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് സീസൺസ്. Seasons of joy, seasons of worry, seasons of sadness, seasons of dark days. ഇതെല്ലാം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഡിഫറൻസ് വരുന്നത് എവിടെയാണ്? നമ്മളെങ്ങനെ ഒരു വിശ്വാസിയുടെ വിശ്വാസവും ഒരു വിശ്വാസിയുടെ ഡിപ്പെൻഡൻസും, ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസുമാണ് ഈ സാഹചര്യങ്ങളെ മാറ്റി കൊണ്ടുവരുന്നത്. ആ സാഹചര്യങ്ങളിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും അവൻ ഒരു ഹൈഡിങ് പ്ലേസിൽ, പവലിയനിൽ നമ്മെ സൂക്ഷ്മമായിട്ട് നമുക്ക് യാതൊരു പ്രയാസങ്ങളും കൂടാതെ അവൻ നമ്മെ നടത്തും എന്നുള്ള നമ്മുടെ വിശ്വാസം ഈ സമയങ്ങളിൽ അധികമായി നമ്മുടെ ഹൃദയങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ. ദൈവമതിനായി നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വിശ്വാസം വളരട്ടെ, നമ്മുടെ വിശ്വാസം ശക്തീകരിക്കപ്പെടട്ടെ, നമ്മുടെ വിശ്വാസം വീര്യത്തിലേക്ക് ഉയരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.